ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല BEd അഡ്മിഷനുമായി റിലേറ്റ് ചെയ്ത സെക്കൻഡ് ഫേസ് സ്പോട്ട് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേക്കൻസി പൊസിഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈറ്റിൽ 30-ാം തീയതി വരെയുള്ള ഡീറ്റെയിൽസ് പ്രകാരമുള്ള വേക്കൻസി പൊസിഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ ഓൾറെഡി 31-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിരുന്ന അഡ്മിഷൻ സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് നിലവിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇപ്പോഴത്തെ കൺഫേം ആക്കി തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പം സ്പോർട്സ് കോട്ട സീറ്റിലേക്കും മറ്റൊരുമുള്ള സീറ്റിലേക്കുമുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 6-ന് SN കോളേജ് കൊല്ലത്ത് വെച്ച് നടത്തപ്പെടുന്നതാണ്. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുടെ CTI കോളേജുകളിലെ 1-ാം വർഷ BEd കോഴ്സുകളിൽ സ്പോർട്സ് കോട്ട സീറ്റിലേക്കും മറ്റൊരുമുള്ള സീറ്റിലേക്കും KUCTE മാനേജ്മെൻറ്റ് കോട്ട ഉൾപ്പെടെ സ്പോട്ട് അലോട്ട്മെൻറ്റ് 6/8/2024 SN കോളേജ് കൊല്ലത്ത് വെച്ച് നടത്തുന്നതാണ്. അർഹരായ വിദ്യാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം ഓഗസ്റ്റ് 6-ന് രാവിലെ 10 മണിക്ക് മുമ്പായി SN കോളേജ് കൊല്ലത്ത് ഹാജരാകേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷിച്ച സമയത്ത് രേഖപ്പെടുത്തി യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവ ഇല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്നും പുറത്താകുന്നതാണ്. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സഹിതം രാവിലെ 10 മണിക്ക് മുമ്പായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അലോട്ട്മെന്റ് സെന്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണത്താൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്ത പക്ഷം വിദ്യാർത്ഥികൾ നൽകുന്ന സാക്ഷ്യപത്രവുമായി രക്ഷകർത്താവിന് ഹാജരാകും. ഇനി നിലവിൽ കേരള സർവകലാശാലയുടെ കീഴിൽ ഏതെങ്കിലും BEd കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ച അഡ്മിഷൻ തുടരുന്ന, അതായത് മാനേജ്മെന്റ് കോട്ട ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതായിരിക്കില്ല. ദെൻ ഡിഫറൻ്റ്ലി ഏബിൾ ബ്ലൈൻഡ് വിദ്യാർത്ഥികൾക്ക് ഈ നിബന്ധന ബാധകവുമായിരിക്കില്ല. ഇനി സ്പോർട്സ് കോട്ട, ഡിഫൻസ് കോട്ട തുടങ്ങി EWC ഒഴികെ ഒഴിവ് വരുന്ന എല്ലാ സീറ്റുകളും ജനറൽ മെറിറ്റ് സീറ്റുകൾക്ക് പരിവർത്തനം നടത്തി അലോട്ട്മെന്റ് പ്രക്രിയ പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ എന്ന് പറയുന്നത്. BEdൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 6-ന് നടത്തപ്പെടുന്നതാണ്.